ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. മരണമാസം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് രണ്ട് പുതിയ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പടം ഏപ്രിൽ 10 തന്നെയാണ് റിലീസിന് എത്തുന്നത്. ഈ രണ്ട് പോസ്റ്ററും കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരേ പോസ്റ്റർ പോലീസിന് മുന്നിൽ വിജയമായിരുത്ത ഒരു കാര്യം കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ തീയാവർ കൊലയെ നടുങ്ങ എന്ന് പറഞ്ഞ പടത്തിലത്തെ അന്ത്യപ്പേര് അഴകാലി എന്ന് പറഞ്ഞിട്ടുള്ള വശങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദ വെർഡിക്റ്റ് എന്ന് പറഞ്ഞ പടത്തിലത്തെ പ്രകാശ് മോഹൻദാസിന്റെ പേര് വരുന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ മദ്രാസ് മോഷൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ പടം നമ്പർ 1 പ്രൊഡക്ഷൻ നമ്പർ 1 പേര് അറിയിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് മദ്രാസ് മാറ്റിനി എന്നുള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ട്. കാർത്തികേയൻ മണി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. കാലി വെങ്കട്ട്, സത്യരാജ്, റോഷ്നി, ഹരിപ്രിയൻ, ഷെല്ലി ഇവരൊക്കെ മെയിൻ കഥാപാത്രങ്ങളായിരുന്നു പടത്തിൽ. പിന്നെ ആര്യ 2 എന്ന് പറഞ്ഞ റീ റിലീസ് ഉണ്ടായിരുന്നു. ഇന്നാണ് റീ റിലീസ് ചെയ്തിട്ടുള്ളത്. നാളെ കേരളത്തിലും റീ റിലീസ് ആവും. എന്തായാലും 100,000 കൂടുതൽ ടിക്കറ്റ് സെറ്റ് പോയിട്ടുണ്ട് പടത്തിന്റെ. പിന്നെ ഗണപതി, സാഗ, സൂര്യ, അമീൻ ഇവരൊക്കെ മെയിൻ കഥാപാത്രങ്ങളായിരുന്ന പ്രകമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. വിജയ് പനത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ പേരൻപും പെരുങ്കോമ്പും എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സുമ എന്ന് പറഞ്ഞ പടം ഏപ്രിൽ 25 റിലീസ് ആകുന്ന അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ ടോവിനോ തോമസും ഫാമിലിയും മോഹൻലാലും കൂട്ടിയിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതുമാതിരി ടോവിനോ തോമസും മോഹൻലാലും കൂട്ടിയിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. രണ്ടേ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ പടം UAE നിന്ന് മാത്രം 50 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഇതിന് മുന്നേ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ മാത്രം 50 കോടി നേടിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെയാണ് UAE നിന്ന് മാത്രം എമ്പുരാന് 50 കോടി നേടിയിരിക്കുകയാണ്. പടം ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ ഇനിയൊരു 2 ദിവസം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളത്തോട് കൂടിയിട്ട് തീർക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ആശിഷ് ജോ ആന്റണി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേര് ആന്റണി റാവുത്തർ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതിലത്തെ ക്യാരക്ടർ പോസ്റ്ററാണ്. ഇൻട്രൊഡ്യൂസിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് പടത്തിൽ വരുന്നത്. അതുകൊണ്ട് പിന്നെ മോഹൻലാലിന്റെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 8 ആയിരിക്കും റിലീസ് എന്നുള്ളത് മോഹൻലാൽ മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് പടം ഏപ്രിൽ 24 അല്ലെങ്കിൽ 25 ആ ദിവസങ്ങളിലായിട്ട് റിലീസിന് എത്തുന്നുള്ളതാണ്. എന്തായാലും കണ്ടറിയാം എപ്പോഴാണ് റിലീസ് ആകുന്നുള്ളത്. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അജിത്കുമാറിന്റെ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നല്ല രാത്രി 9 പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. എന്തായാലും അത് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇതാണ്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർക്ക് അത്ര ഒരു സംഭവമായിട്ട് തോന്നിയില്ല. ടീസർ ഗംഭീര സാധനമായിരുന്നു. പക്ഷെ ഇത് അത്ര ഒരു സംഭവമായിട്ട് തോന്നിയില്ല. ഇതിൽ മെയിനായിട്ട് അർജുൻ ദാസിനൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. പടത്തിന് യൂബാരെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. 2 മണിക്കൂർ 20 മിനിറ്റാണ് പടത്തിന്റെ റൺ ടൈം. അതേമാതിരി തമിഴ്നാട്ടിൽ ഇതിന്റെ ബുക്കിംഗ് ഒക്കെ ഇന്നലെ 8:02 ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ബുക്കിംഗ് തുടങ്ങിയതിനു ശേഷം 4 കോടി കളക്ഷൻ കടന്നിട്ടുണ്ട്. ഇന്നലത്തെ രാത്രികാലത്തെ വരെയുള്ള കണക്കാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഇഡ്ലിക്കട എന്ന് പറഞ്ഞിട്ടുള്ള ഏപ്രിൽ 10 റിലീസിന് എത്താനിരുന്നതാണ്. അതിപ്പോൾ മാറ്റിയിട്ട് ഒക്ടോബർ 1 ആക്കിയിട്ടുണ്ട്. നല്ല നീട്ടിവെക്കലാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും മുന്നേ തന്നെ കേട്ടിരുന്നാണ് മാറ്റി വെക്കുന്നുള്ളത്. ഇപ്പോൾ എന്തായാലും ഒക്ടോബർ 1 ആക്കിയിട്ടുണ്ട് പടത്തിന്റെ റിലീസ്. പിന്നെ ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു റിലീസ് ആവാൻ 5 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ഇന്നലെ ഇതിന്റെ 6 days to go പോസ്റ്റർ വന്നിരുന്നു. അപ്പോൾ അതിൽ സുമിത് തമിഴിന്റെ പേര് അൻസാരി എന്നുള്ളതെന്ന് കൊടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിലത്തെ ലോഡിങ് ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. പ്രൊമോ സോങ് ആണ് ഇത് ഉണ്ട്. എന്തായാലും പാട്ട് രസമായിട്ടാണ് തോന്നിയത്. കേൾക്കാത്തവരുടെ കേട്ട് നോക്കുക. ശ്രീനിധി ബാസാണ് പാടിയിട്ടുള്ളത്. സെയ്ദ് അബ്ബാസാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ അഡ്വാൻസ് ബുക്കിംഗ് തിങ്കളാഴ്ച തുടങ്ങുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റന്നാൾ 7 പിന്നെ ഈ പടത്തിന് യൂബാരെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേൾക്കുന്നുണ്ട്. നേരത്തെ ഗംഭീരമാവട്ടെ. പിന്നെ കൂലി എന്ന് പറഞ്ഞാൽ പടത്തിന്റെ ഒരു അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. ടീച്ചർ അപ്ഡേറ്റ് ആവുന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. റിലീസ് ഡേറ്റ് ആവാനും ചാൻസ് ഉണ്ട് എന്നുള്ളൊരു സൂചന കിട്ടിയിരുന്നു. എന്തായാലും റിലീസ് ഡേറ്റിന്റെ പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 14 പടം റിലീസ് ആവുന്നത്. കുറച്ച് മുന്നേ കേട്ടിരുന്നു ഓഗസ്റ്റ് 14 ഇതിന്റെ റിലീസ് എന്നുള്ളത്. പിന്നെ അതിനുശേഷം വാർ 2 ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കൊണ്ട് മാറുന്നുള്ളതൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 14 ഒരു കൺഫേം ചെയ്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഇതാണ്. നല്ല പോസ്റ്റർ ആയിട്ട് ഞാൻ തോന്നിയത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുടുംബത്തിലേക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.